നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ടിപ്പ് നമ്പർ 1. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 സ്പൂൺ ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചവ്വരിയുടെ പൊടി ചേർത്ത് കൊടുക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി നമുക്കിതൊന്ന് നല്ലപോലെ കുറുക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരുമാതിരി ഒരു സ്റ്റിക്കി പോലെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയേക്കുന്നത് എന്നാണെന്നറിയാമോ? പശയാണ്. നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ നല്ല എന്താ പറയുക, വട്ടി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന, അതും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കിടിലൻ പശയാണ്. ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു തോർത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഞെക്കി പിഴിഞ്ഞ് എടുക്കാം കേട്ടോ. ഇതിലെന്തെങ്കിലും കരടോ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നല്ല വട്ടി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് ഇനി നമുക്ക് ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങിക്കാതെ ഇങ്ങനെ വീട്ടിൽ ഇതുപോലെ നമ്മൾ പായസത്തിനൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ചവ്വരി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് ഞെക്കി പിഴിഞ്ഞൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ മൈദ കൊണ്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിനേക്കാട്ടിലും സൂപ്പറാണ്. അതിനേക്കാളും കുറച്ചുകൂടി നല്ല കട്ടിയാണ്. നല്ലതുപോലെ വസ്ത്രങ്ങളൊക്കെ നല്ല വട്ടി പോലെ ഇരിക്കും. ഇതിനിപ്പം പ്രത്യേകിച്ച് അങ്ങനെ മണമൊന്നുമില്ല. അപ്പം നല്ലൊരു സുഗന്ധം കൂടെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു പശയാണിത്, അതും നല്ല സുഗന്ധത്തോട് കൂടിയത്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മുക്കേണ്ട മുണ്ടോ ഷർട്ടോ എന്തോ ആണോ അത് ഇതിലേക്ക് ഇതുപോലൊന്ന് മുക്കി പിഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടിരിക്കും, നമ്മൾ സ്റ്റിഫ് ആൻഡ് ഷൈനൊക്കെ മുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ലൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം 1 മാസത്തോളമൊക്കെ നമുക്കിത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ടിപ്പ് നമ്പർ 2. ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇതേ കുറച്ച് നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. അതായത് ചെറുനാരകത്തിൻ്റെ ഇലയില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രകൃതിയുടെ ഏറ്റവും വലിയ വരദാനങ്ങളിൽ ഒന്നാണ് നാരങ്ങ. അതുപോലെ തന്നെ നാരങ്ങയുടെ ആ ഒരു ഇല, നാരകത്തിൻ്റെ ഇല കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഹെർബൽ ടീ ആണ് നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ ഇലകളിട്ട ഈ ഒരു ടീ ഒത്തിരി നല്ലതാണ്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് BP നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെർബൽ ടീ ഒത്തിരി നല്ലതാണ് കേട്ടോ. ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഈ ഒരു ഇലയിട്ട് വെള്ളം തിളപ്പിച്ച്, അതായത് ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കുന്നത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കും. ഈ ഒരു ഹെർബൽ ടീ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 3. ഇതുപോലെ ചെറിയൊരു ചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് നാരങ്ങയുടെ ഇല ഇതുപോലെ ഒന്ന് പിച്ചി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊന്ന് എണ്ണ കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ മുടിയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചില്ലേ, അതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പം വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കരിഞ്ഞൊന്നും പോകരുത്, ഇളക്കി കൊടുത്ത് ചെറുതീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ മൂത്ത് വരുമ്പോൾ കളറൊന്നും പോകാനായിട്ട് നിൽക്കണ്ട, നമുക്ക് ഫ്ലെയിമും കൂടെ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് നമ്മുടെ ചർമ്മത്തിൽ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ്. ചർമ്മത്തിലെ പാടുകൾ പോകാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകാനും നല്ല നിറം വയ്ക്കാനും ഒക്കെ ആയിട്ടിട്ട് ഈ ഒരു ഓയിൽ നമ്മൾ തേച്ച് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടിട്ട് ഇതുപോലൊന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആകാനും ചർമ്മ സംബന്ധമായിട്ടുള്ള എന്ത് രോഗത്തിനും ഒത്തിരി നല്ലതാണ് കേട്ടോ. മുഖക്കുരു ഒക്കെ വന്നിട്ടുള്ള കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത്യുത്തമമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 4.
ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കി 2 പാത്രങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ട്. മീൻകറി ആണെങ്കിലും ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിലും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കൂട്ടുകെട്ടില്ലാത്ത പാചകം പറ്റത്തില്ല അല്ലേ? സവാളയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും ഒക്കെ വഴറ്റിയെടുക്കുമ്പോൾ എങ്ങും പരക്കുന്ന ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ കൊതിപ്പിക്കുന്ന മണം. എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ്. പ്രത്യേകിച്ച് വെളുത്തുള്ളിയുടെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് നല്ല കിടിലൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 5-6 മാസം വരെ കേടാകാതെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേടായി പോകത്തേയില്ല. അങ്ങനെ ഒരു പേസ്റ്റ് നമുക്കൊന്ന് റെഡിയാക്കി എടുത്താലോ? റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും മതി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്തുകൊണ്ട് വന്നപ്പം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല പേസ്റ്റ് പോലെ. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു പേസ്റ്റ് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 5-6 മാസം വരെ കേടാകാതെ ഇരിക്കും കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഡെയിലി എടുക്കാനുള്ളത് ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് വെച്ചിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നമ്പർ 5. നിങ്ങൾ കറികളിൽ കടുക് വറുത്ത് ചേർക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കേട്ടോളൂ കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കറികളിൽ പലതിനും രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക് വറുത്ത് പൊട്ടിക്കാറുണ്ട് അല്ലേ? ഈ കടുക് താളിക്കുന്നതിന് നിരവധി ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കടുകും ജീരകവും ഉലുവായും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെയാണ് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കാറുള്ളത് അല്ലേ? താളിക്കുമ്പോൾ ചേർക്കുന്ന ഈ കറിവേപ്പില, ജീരകം, ഉലുവ, കടുക് തുടങ്ങിയവയ്ക്കെല്ലാം നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. ഇനി കടുകാണെങ്കിൽ വൈറ്റമിൻ എ, ഇ, omega-3, omega-6 ഫാറ്റി ആസിഡുകൾ, കാൽസ്യം, മഗ്നീഷ്യം, സെലിനിയം എന്നിവയെല്ലാം ഈ കടുകിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകത്തിൽ വൈറ്റമിൻ എ, ഇ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, കാൽസ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കായം ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഡയൂറിറ്റിക് ഗുണങ്ങൾ ഉള്ളതാണ്. അതുപോലെ തന്നെ ഉലുവ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കാനും വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഒത്തിരി നല്ലതാണ്. പിന്നെയുള്ളത് കറിവേപ്പിലയാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അണുബാധകൾ തടയുന്നതിനും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനുമൊക്കെ കറിവേപ്പിലയും സഹായിക്കുന്നു. അപ്പം ഇനി എല്ലാവരും കറികളിൽ കടുക് പൊട്ടിക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ നന്നായിരിക്കും. ടിപ്പ് നമ്പർ 6. ഒരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കടുക് ആദ്യമായിട്ടൊന്ന് ചതച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ചതച്ച് ഒന്ന് പൊട്ടിച്ച് എടുക്കാം. ഇനി ഞാനിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിയോ കോൺഫ്ലവറോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരു 3-4 ബോൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. എത്രയാണോ നിങ്ങൾക്ക് വേണ്ട അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ശല്യക്കരയ പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് ഇത് പല്ലികളെ സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലൊന്ന് കൊണ്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. പല്ലികളെ ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയുടെ ശല്യം ഉണ്ടാവത്തില്ല, അത് നശിച്ചു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്തി ഓടിക്കാനും കൊല്ലാനും കഴിയും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.